2 ജില്ലകളെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചു. അതിലൊന്നും അവരെ പ്രത്യേകം അഭിനന്ദിക്കാനുണ്ട്. നമസ്കാരം. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് എല്ലാവരും പറഞ്ഞില്ല. ഏകദേശമൊക്കെ ഇപ്പോൾ ശാസ്ത്രത്തിൽ എത്രയായിട്ടും ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നൊരു സംഭവം തന്നെ ഞാൻ കരുതണം. മുൻനിരയിൽ ഇരിക്കുന്നവരെയും അതായത് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാർഹരായ വ്യക്തികളെയും ഞാൻ വിശിഷ്ട വ്യക്തികളെയും പറഞ്ഞിട്ട് തന്നെ അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ യോഗസഭ 1976 ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് കടന്നു വന്നത്. ഇത് ഞങ്ങളുടെ ആരോഗ്യ ആയുർവേദ എന്ന് പറഞ്ഞ ആയുർവേദ ക്ലിനിക്കിന്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അതില് കോസ്മെറ്റിക് സാധനങ്ങളുണ്ട്, പിന്നെ നമ്മൾ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ലേഹ്യങ്ങള്, മില്ലറ്റ്സിന്റെ പൊടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണുള്ളത് പ്രധാനമായിട്ട്. ആ മുടി കൊഴിച്ചില്, താരൻ, അതിനൊക്കെ ഉള്ളൊരു എണ്ണയാണ്. പിന്നെ കൊഴിച്ചില് തടയാനും മുടി വളരാനും ഉള്ളൊരു എണ്ണയാണ്. തല സ്കാൽപ്പ് ചൊറിച്ചില്, താരൻ, അതുപോലെ സ്പ്ലിറ്റ് ഹെയർസ്, അതിനൊക്കെ ഉള്ളൊരു എണ്ണയാണ്. അങ്ങനെ ഉണ്ട്. ഹെയർ ഡൈ ആണ്, അതായത് മുടി കറുപ്പിക്കാനുള്ളത്. ഏതാണ്ട് ഒരു 20 ദിവസം വരെയൊക്കെ അതിന്റെ ആ ഒരു നിറം നിലനിൽക്കും. നമ്മളെ ഇരട്ടി മധുരത്തിന്റെ എക്സ്ട്രാക്ട്, പിന്നെ അതുപോലെ ത്രിഫല, മഞ്ചിഷ്ട, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മൾ അതിന്റെ ക്രീം ബേസിൽ ഈ സാധനങ്ങളൊക്കെ കഷായം വെച്ച് അതിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആണ്, ആരോഗ്യകൽപ്പം എന്ന് പറഞ്ഞിട്ട്. കാന്തിക്കും ആരോഗ്യകൽപ്പം എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത് തന്നെ. അതില് അശ്വഗന്ധ, അമുക്കുരം, നായ്ക്കുരണപ്പരിപ്പ്, ശതകുപ്പ, അതുപോലെ ഏലം, ഇലവർങ്ങം, പച്ചില, ചുക്കുമുളക്, തിപ്പിലി, അങ്ങനെ ഏതാണ്ട് ഒരു 36 കൂട്ടം മരുന്നുകൾ ചേർന്നിട്ടുണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ്. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും, അതുപോലെ പിന്നെ ഈ കഫസംബന്ധമായിട്ടുള്ള അസുഖത്തിന്, പനി വന്നിട്ടുള്ള ക്ഷീണത്തിന്, നടുവേദന, സന്ധിവേദന, പേശികൾക്ക് തളർച്ച, അങ്ങനെ ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള നമുക്കൊരു റിജുവനേറ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് ആരോഗ്യ കൽപ്പം എന്ന് പറയുന്നത്. ഡോക്ടർ GK സീമ ഇവിടെ നീലേശ്വരത്ത് തന്നെ ആയുർവേദ ക്ലിനിക്ക് സ്വന്തമായി നടത്തുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ആയുർവേദ പ്രൊഡക്ട്സ് എന്റെ തന്നെ ഒരു താല്പര്യപ്രകാരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലത്ത് വെച്ചിട്ട് തന്നെ. അത് ലേഹ്യങ്ങളുണ്ട്, എണ്ണകളുണ്ട്, പിന്നെ ചില സൗന്ദര്യവർദ്ധകമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പം ഏതാണ്ട് ഒരു 30ഓളം പ്രൊഡക്ട്സ് എന്റെ തന്നെ ആരോഗ്യയുടെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യയുടെ പ്രൊഡക്ട്സ് ആണ്. ആയുഷ്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്നുള്ളത്. ശിരോവരം എന്ന് പറയുന്നത് തലമറന്ന് എണ്ണ തേക്കാം, മറക്കാം തലവേദന. ശിരോവരം, അതായത് മൈഗ്രെയിനും തലകറക്കത്തിനും, വെർട്ടിഗോ പോലെയുള്ള തലകറക്കമൊക്കെ ഉള്ള കഴുത്ത് വേദന, അതിനൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. തിരുതാളി എന്ന് പറയുന്നത് ഒരു ഷാമ്പു ആണ്, ആയുർവേദ ഷാമ്പു ആണ്. പിന്നെ താരഹാരി, താരനുള്ള തൈലമാണ്. സുവർണ തൈലം എന്ന് പറയുന്നത് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുഖത്തുള്ള കരിമംഗല്യം പോലെയുള്ള അതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് സുവർണ തൈലം. മിക്സ് ആയിട്ടുള്ള ഒരു പൊടിയുണ്ട്, അത് പ്രമേഹ രോഗികൾക്കും അല്ലാതെ നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിക്കും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ആരോഗ്യകൽപ്പം എന്ന് പറയുന്ന ലേഹ്യം, അത് ഏറ്റവും നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കരുത്തിനും കാന്തിക്കും ഒരുപാട് ആയുർവേദ മരുന്നുകൾ, റിജുവിനേറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ആരോഗ്യ കൽപ്പം എന്ന് പറയുന്നത്.
നവോ മനസാ ഹരി 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 നവോ മനസാ ഭാവമൂലോന ഭാഗ്യമുനന്ദുനു മനസാ ഭാവമൂലോന ഗീതം കാവിൽ എന്നും ഉയരുന്നു എന്നും നിന്റെ നാമം ഹൃദയം മുഴുവൻ നിറയുന്നു എന്നും നിന്റെ മന്ത്രം രാമ ശ്രീരാമദേവനേ ജയോ ജയ ലോകനായക രാമ ജനാർദ്ദന ഹരേ ദോഷങ്ങൾ മാറ്റി ഞങ്ങളെ കാത്തേതു നീലോചന മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ നിറങ്ങൾ തന്നിത്തൻ ഒഴിഞ്ഞൊരേ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ മറഞ്ഞ സന്ധ്യ മറഞ്ഞ പക്ഷികൾ എഴുമെത്തുമോ
നമ്മുടെ ശരീരത്തിനെ ഒന്ന് ശുദ്ധി ചെയ്യാനുള്ള ഒരു പൊടിയാണ്. അതൊരു 10 ഗ്രാം ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലും നിത്യം കഴിക്കുന്നതിന് വിരോധമില്ല. അവസ്ഥയ്ക്കും അനുസരിച്ച് ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും വ്യായാമത്തിനായിട്ട് തന്നെ അത് നമുക്ക് വേണ്ടി ചെയ്യും. ഇപ്പം പലരോട് ചോദിക്കുമ്പോൾ അടുക്കളയിൽ ഫുൾ ടൈം എനിക്ക് ജോലിയാണ്, പിന്നെ എന്തൊരു വ്യായാമം വേറെ എന്നാണ്. പക്ഷെ അതൊരു വ്യായാമമായിട്ട് നമുക്ക് കണക്കൂട്ടാനാവില്ല. നമുക്ക് വേണ്ടിയിട്ട്, എന്റെ ശരീരത്തിന് വേണ്ടിയിട്ട്, എന്റെ മനസ്സിന് വേണ്ടിയിട്ട്, എന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്ന ചിന്തയോടുകൂടി ചെയ്യുന്ന ഒരു വ്യായാമം മാത്രമേ ആരോഗ്യത്തിനായിട്ട് ഭവിക്കുന്നുള്ളൂ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പം ഒരു മൊബൈലിൽ എന്തെങ്കിലും കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാനും എന്ത് കാര്യം ചെയ്യുന്നത് അല്ലെ. തേച്ച് കുളിച്ചാല് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം, നമ്മുടെ പേശികളെ തൈലം തേച്ച് കുളിക്കുക എന്നുള്ളത് ശീലമാക്കുക. ഇത്രയും ആളുകളുടെ മുമ്പിൽ വളരെ മനോഹരമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ലാസ് എടുത്ത സ്ത്രീകൾക്ക് എല്ലാ വിധത്തിലുള്ള നന്ദിയും കാസർഗോഡ് വനിതാ സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു.